നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമദേവനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. നാളെ ചിങ്ങം 1. മലയാളികൾക്ക് പുതുവർഷ ആരംഭം. പൊന്നോണം വന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനമാണ് നാളെ. ഇന്നും നാളെയും വീടുകളിലും ക്ഷേത്രങ്ങളിലും ഐശ്വര്യത്തെ വരവേൽക്കാനുള്ള പൂജകൾ നടക്കും. സന്ധ്യാദീപത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വർഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനവും തപസ്സും കൊണ്ട് നേടാൻ കഴിയാത്ത ആത്മീയ പുരോഗതി മഹാത്മാക്കളുടെ സാമീപ്യത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും തപസ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ മഹാത്മാക്കളുടെ സാന്നിധ്യം കിട്ടുക അതിലേറെ പ്രയാസമാണ്. അതിനുള്ള അവസരം കിട്ടിയാൽ ഒരിക്കലും പാഴാക്കരുതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. 10 വർഷം തപസ് ചെയ്താലും നേടാൻ കഴിയാത്ത പ്രയോജനം മഹാത്മാക്കളുടെ ദർശനം കൊണ്ടും സ്പർശനം കൊണ്ടും നേടാൻ കഴിയും. പക്ഷേ അഹങ്കാരമില്ലാതെയും വിനയത്തോടും വിശ്വാസത്തോടും കൂടി വേണം അവരെ സമീപിക്കാൻ. മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മിലെ നല്ല ഗുണങ്ങളും സംസ്കാരവും ഉണരുന്നു. വെളിച്ചം കടക്കുവാനിടമില്ലാത്ത ഒരു ഗുഹയ്ക്കുള്ളിൽ വിളക്കു കത്തിച്ചു വെച്ചാൽ അതിനുള്ളിലെ ഇരുട്ടകലുന്നു. അതുപോലെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉള്ളിലെ അന്ധകാരം നീങ്ങുന്നു. മഹാത്മാക്കളുടെ സാന്നിധ്യം അവരുടെ സംസ്കാരത്തെയും ആത്മീയ ഗുണങ്ങളെയും നമ്മിലേക്ക് പകരും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ത്വമേകോ ലോകാനാം പരമഫലദോ ദിവ്യപദവീം വഹന്തസ്ത്വന്മൂലാം പുനരപി ഭജന്തെ ഹരിമുഖാഃ കിയദ്വാ ദാക്ഷിണ്യം തവ ശിവമദാശാ ച കിയതി കദാ വാ മദ്രക്ഷാം വഹസി കരുണാ പൂരിതദൃശാ ത്വമേകോ
लोकानां परमफलदो दिव्यपदवीं वहन्तस्त्वन्मूलां पुनरपि भजन्ते हरिमुखाः कियद्वा दाक्षिण्यं तव शिवमदाशा च कियती कदा वा मद्रक्षां वहसि करुणा पूरितदृशा. ഇനി ശങ്കരസ്തോത്രാമൃതം. സകല ദേവന്മാർക്കും ദിവ്യ പദവി നൽകുന്ന ഹേ പരമേശ്വര, അങ്ങയുടെ കൃപ അപരിമിതമാണ്. എത്രമാത്രമാണ് അങ്ങയുടെ ദയാദാക്ഷിണ്യം! എൻ്റെ ആശയ്ക്കും അളവില്ല. അതെല്ലാം നൽകാനുള്ള സാമർഥ്യം ഭഗവാനെ അങ്ങയ്ക്കുണ്ട്. കാരുണ്യത്താൽ നിറഞ്ഞ കണ്ണുകളോടെ എപ്പോഴാണ് അങ്ങ് എന്നെ രക്ഷ ചെയ്യുന്നത്? ഇത്തരത്തിൽ ഭക്തിപരവശനായി പ്രാർത്ഥിക്കുന്ന ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ 18-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 18-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പരാഭക്തൻ്റെ തലത്തിലിരുന്നു കൊണ്ട് പറയുകയാണ്, ഹേ ശിവ, ത്വം ഏകഃ ലോകാനാം പരമഫലദഃ. ലോകങ്ങൾക്ക് മുഴുവൻ, സകല ഭുവനങ്ങൾക്കും സകല ലോകങ്ങൾക്കും നീ ഏകനാണ് പരമഫലദൻ, പരമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ. ലോകം കാണപ്പെടുന്നതാണ്, അനുഭവിക്കപ്പെടുന്നതാണ്. ലോക്യത്തെ ദൃശ്യത്തെ ഇതി ലോകഃ. കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നതാണ് ലോകം. അപ്പോൾ അനുഭവിക്കപ്പെടുന്ന ലോകത്തിന് സകല അനുഭവങ്ങളെയും നൽകുന്നവൻ നീയാണ്. താത്പര്യം ലോകം ലോകമാകുന്നത് നിന്നാലാണ്. മറ്റൊരർത്ഥം പരമമായ ഫലം, മോക്ഷഫലം, മോക്ഷഫലം പ്രദാനം ചെയ്യുന്നവൻ നീയാണ്. അഥവാ പരമഫലം എന്നുള്ളതിന് അധികാരിഭേദമനുസരിച്ച് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളിൽ എന്തിനെ ഒരാൾ ലക്ഷ്യമാക്കുന്നുവോ അത് എന്നർത്ഥമെടുക്കാം. അതിനെല്ലാം പ്രദാനം ചെയ്യുന്നവൻ നീ ഏകനാണ്. മഹാവിഷ്ണു തുടങ്ങിയ സകല ദേവന്മാർക്കും ദിവ്യ പദവി ലഭിക്കുന്നത് നീ ഹേതുവായിട്ടാണ്. ത്വന്മൂലാം, നീ മൂലമായിട്ടുള്ള, നീ കാരണമായിട്ടുള്ള, നിൻ്റെ ഉപാസന ഹേതുവായിട്ടുള്ള ദിവ്യപദവിയും, ദിവ്യപദവിയെ വഹന്തഃ വഹിക്കുന്നവരായ ഹരിമുഖാഹ, ഹരി മഹാവിഷ്ണു, വിഷ്ണുമുഖാഹ വിഷ്ണു തുടങ്ങിയവർ, ദേവന്മാർ ദിവ്യപദവിയെ വഹിക്കുന്നു. അത്രയുമല്ല, പുനരപിത്തെ ഭജന്തേ, അവർ വീണ്ടും ഭജിക്കുകയാണ്. ദിവ്യപദവിയിൽ ഇരുന്നു കൊണ്ട് അവർ ഭജിക്കുന്നു. നീ കാരണമാണത് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ സകല ലോകത്തിനും സകല ഫലങ്ങളെയും കൊടുക്കുന്നവൻ നീയാണ് എന്നല്ല, സകല ദേവഗണങ്ങൾക്കും ദിവ്യപദവിയെ നൽകുന്നത് നീയാണെന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം വിഷയത്തിലേക്ക് വരുന്നത്. കിയദ്വാ ദാക്ഷിണ്യം തവ, ഹേ ശിവ, കിയദ്വാ ദാക്ഷിണ്യം തവ, നിൻ്റെ ദാക്ഷിണ്യം എത്രയാണ്? കിയദ് എത്ര, വാ കിയദ് വാ എത്രയാണ് നിൻ്റെ ദാക്ഷിണ്യം? അപരിമിതമാണ്.
ദാക്ഷിണ്യം സാമർഥ്യം, ദാക്ഷിണ്യം കൃപാവരുഷം. അപ്പോൾ ഹേ ഭഗവൻ, നിൻ്റെ സാമർഥ്യത്തെയും നിൻ്റെ കൃപയെയും ഇത്രയെന്ന് ഒതുക്കി പറയാൻ ആർക്കും സാധ്യമല്ല. കിയദ്വാ ദാക്ഷിണ്യം തവ. അതേ സമയത്ത് മദാശാച കീയതി, മദാശാച കീയതി, മമ ആശ, എൻ്റെ ആശയാണ് മദാശ. എൻ്റെ ആശ കീയതി, എത്രമാത്രമാണ്. ആശ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രാപിക്കാനുള്ള നമ്മുടെ ഇച്ഛാവിശേഷത്തിനാണ് ആഗ്രഹം എന്ന് പറയുന്നത്. ആഗ്രഹം രണ്ട് പ്രകാരത്തിലാണ്, ആശയും പ്രതീക്ഷയും. ലഭിക്കും എന്ന് ഉറപ്പുള്ള ഒന്നിനെ ആഗ്രഹിച്ചാൽ അത് പ്രതീക്ഷയാണ്. ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനെ ആഗ്രഹിച്ചാൽ അത് ആശയാണ്. ആശയ്ക്കൊരു പരിധിയില്ല, എന്തു ആശിക്കാം. അപ്പം അളവറ്റ അറ്റമില്ലാത്ത ആശയോടുകൂടിയ തൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് കിയതി മമ മദാശ, എൻ്റെ ആശ എത്രമാത്രമാണ്. അതെല്ലാം നൽകാൻ സമർത്ഥനാണ് നീ. അതുകൊണ്ടാണ് പറയുന്നത് കിയദ്വാ ദാക്ഷിണ്യം തവ, നിൻ്റെ ദാക്ഷിണ്യം എത്രയാണ്, എൻ്റെ ആശ എത്രയാണ്. അപ്പം എൻ്റെ ആശ എത്ര വിപുലമാണെങ്കിലും അത് നൽകാനുള്ള സാമർഥ്യം നിനക്കുണ്ട്. അതെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥനയാണ്. കഥാവാ മദ്രക്ഷാം വഹസി കരുണാപൂരിതദൃശ, കരുണാപൂരിതദൃശ, കരുണാപൂരിതമായ ദൃക്കിനെ കൊണ്ട്, ദൃഷ്ടിയെ കൊണ്ട്, പൂരിതമായ നിറഞ്ഞ, അപ്പോൾ കാരുണ്യത്താൽ നിറഞ്ഞ കണ്ണുകളോടുകൂടി ഭഗവാന്റെ ദാക്ഷിണ്യം, അതിൻ്റെ ഫലമായിട്ടുള്ള ആ കൃപാഭാവത്തിൻ്റെ ഉച്ചകോടിയിലുള്ള അവസ്ഥ കൊണ്ട് ലോകകൃപയാൽ നിറഞ്ഞ കണ്ണുകളോടുകൂടി, കൃപാഭാവം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളോടുകൂടി കഥാവ, എപ്പോഴാണാവോ മദ്രക്ഷാം വഹസി, നീ എൻ്റെ രക്ഷയെ വഹിക്കുന്നത്. അവിടെ വഹിക്കുക എന്നുള്ളതിന് ചെയ്യുക എന്നർത്ഥം. എൻ്റെ രക്ഷയാകുന്ന കർമ്മത്തെ, ഉത്തരവാദിത്വത്തെ നീ എപ്പോഴാണ് വഹിക്കാൻ പോകുന്നത്? അപ്പോൾ എൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ അതിന് മുൻപ് പറഞ്ഞു എൻ്റെ ആശ വലിയ ആശയാണെന്ന് പറഞ്ഞു. ആ ആശകളെ പൂരണം ചെയ്യുക എന്നുള്ള ക്രിയയ്ക്ക് നീ സമർത്ഥനാണെന്നും പറഞ്ഞു. ആ സാമർഥ്യം ഹേതുവായിട്ട് ഹേ ഭഗവൻ, എപ്പോഴാണ് നീ എൻ്റെ രക്ഷയെ ചെയ്യുക? ചോദ്യത്തിൻ്റെ താത്പര്യം പ്രശ്നാർത്ഥകമല്ല, മറിച്ച് നീ തീർച്ചയായിട്ടും എൻ്റെ രക്ഷയെ ചെയ്യും, അതെന്ന് വരും എന്നുള്ളൊരു ആകാംക്ഷയാണ് ഇവിടെ എടുത്ത് കാണുന്നത്. അപ്പോൾ പ്രശ്നാർത്ഥത്തിലുപരി ആകാംക്ഷാർത്ഥത്തിലാണ് കഥാവാ എന്ന് ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. നോക്കൂ, എന്തൊരു മനോഹരമായ ഭാവമാണെന്നുള്ളത്. ത്വമേകോ ലോകാനാം പരമഫലദോ ദിവ്യപദവിം വഹന്തഃ ത്വന്മൂലം പുനരഭിഭജന്തേ ഹരിമുഖാഃ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, വൈഷ്ണവന് വിഷ്ണു എന്ന് പറയുമ്പോൾ, ശൈവര് ശിവനെന്ന് പറയുമ്പോൾ, ശാക്തേയര് ശക്തി എന്ന് പറയുമ്പോൾ ഒരേ പരമാത്മാവിനെയാണ് അർത്ഥമാക്കുന്നത്, ഒരേ പരമേശ്വരനെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു ശൈവ വൈഷ്ണവ വൈരുദ്ധ്യം ഇവിടെ അന്തർഭവിച്ചിട്ടില്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് ഭാഷ്യകാരൻ്റെ കൃതികൾ പഠിക്കുമ്പോഴൊക്കെ ഈയൊരു ഭാവന നമ്മുടെ ഉള്ളിൽ വേണം. വൈഷ്ണവകൃതികൾ എഴുതുമ്പോൾ ഭാഷ്യകാരൻ തനി വൈഷ്ണവനാകും, ശൈവകൃതികൾ എഴുതുമ്പോൾ ഭാഷ്യകാരൻ തനി ശൈവനാകും. എന്തുകൊണ്ട്? അവിടുന്ന് ഇതൊന്നും അല്ലാത്തത് കൊണ്ട്, ഇതിനെല്ലാം ഉപരിയായതുകൊണ്ട്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഏതായാലും തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം അമൃതേശ്വരിയെ നമഃ. ഇന്ന് നമുക്ക് ശിവതത്വത്തെക്കുറിച്ച് സ്മരിക്കാം. ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിലാണ്
പ്രതിഷ്ഠിക്കേണ്ടത് എന്നമ്മ പറയാറുണ്ട്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ബാഹ്യമായ ആചാരങ്ങൾക്കും അലങ്കാരങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകുന്നു. ഹൃദയത്തിൽ ഈശ്വരഭക്തിയും വിശുദ്ധിയും നിറയണം. മനസ്സ് ഏകാഗ്രമാകണം. അപ്പോൾ ഉള്ളിൽ ഈശ്വരൻ നിരന്തരം പ്രകാശിക്കും. സകല കലകളുടെയും വിദ്യകളുടെയും ഉറവിടമാണ് ശ്രീ പരമേശ്വരൻ. സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പങ്ങളിൽ ഏറ്റവും അധികം ആശ്ചര്യമുളവാകുന്ന ഒരു സങ്കല്പം. ശിവം എന്ന വാക്കിന് മംഗളം എന്നർത്ഥം. എല്ലാ മംഗളങ്ങളുടെയും ഇരിപ്പിടം ഈശ്വരനാണ്. എവിടെ ഈശ്വര ചിന്തയുണ്ടോ അവിടെ മാത്രമേ ഐശ്വര്യം നിലനിൽക്കുകയുള്ളൂ. ശിവൻ്റെ ജടയിൽ ഗംഗാദേവി ഇരിപ്പുണ്ടെന്നാണ് സങ്കല്പം. പുറമേയുള്ള ഗംഗാനദിക്ക് പാപങ്ങളെ നശിപ്പിക്കാൻ ശക്തിയുണ്ടെന്ന് പുരാണങ്ങളിൽ പറയുന്നു. അതേപോലെ നമ്മുടെ ഉള്ളിലുമുണ്ട് പരമപാവനമായ ഗംഗ. യോഗികൾ ധ്യാനിച്ച് പൂർണ്ണതയിലെത്തുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും ശുദ്ധമായ ഗംഗ ഉയരുന്നു. ഗംഗാദേവി എന്നാൽ കുണ്ഡലിനി ശക്തിയാണ്. കുണ്ഡലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് സഞ്ചാരം തുടങ്ങി സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ അമൃതവർഷമുണ്ടാകുന്നു. അതിൻ്റെ പ്രവാഹമാണ് ഗംഗാപ്രവാഹം. ശിവതത്വത്തെക്കുറിച്ച് അമ്മയുടെ വർണ്ണന അതിമനോഹരമാണ്. ശ്രീ പരമേശ്വരൻ ആദിഗുരുവാണ്. ഗൃഹസ്ഥനെങ്കിലും ഭിക്ഷുക്കൾക്കും യോഗികൾക്കും നാഥനാണ്. സംഹാരമൂർത്തിയെങ്കിലും മംഗളസ്വരൂപനാണ്. കപാലമേന്തിയ ഭിക്ഷുവെങ്കിലും കുടുംബനാഥനാണ്. ശ്മശാനവാസിയാണ്. ദേഹം മുഴുവനും ഭസ്മം. കൈകളിലും കഴുത്തിലും ഘോര സർപ്പങ്ങൾ. ചിലപ്പോൾ പുൽത്തോൽ അണിഞ്ഞും ചിലപ്പോൾ ദിഗംബരനായും കാണപ്പെടുന്നു. വേടനായും നായാടിയായും ചണ്ടാളനായും ഒക്കെ പ്രത്യക്ഷപ്പെടും. എന്നാൽ ജ്ഞാനസ്വരൂപനാണ്. ലഘുവായ ഉപാസന കൊണ്ട് തന്നെ പ്രീതനാകുന്നവനും ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ ഭേദമില്ലാതെ സകലിലും അനുഗ്രഹം ചൊരിയുന്നവനുമാണ്. ശ്മശാനവാസിയായ ശിവൻ വെറും പ്രാകൃതനല്ലേ എന്ന് ചിലർ സംശയിക്കാം. ശ്മശാനവാസി എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു തത്വമുണ്ട്. മനുഷ്യൻ്റെ എല്ലാ ഭൗതിക മോഹങ്ങളും അതിനുപാധിയായ ശരീരവും എരിഞ്ഞടങ്ങുന്ന സ്ഥലമാണ് ശ്മശാനം. അവിടെ ആനന്ദനൃത്തം ചട്ടുന്നവനാണ് ശ്രീ പരമേശ്വരൻ. ദേഹത്തോടുള്ള അഭിനിവേശം ജ്ഞാനാഗ്നിയിൽ എരിഞ്ഞ് ചാമ്പലാകുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായി നിറയുന്നതാണ് ആനന്ദം. ശിവൻ വൈരാഗിയാണ്. വൈരാഗ്യമെന്ന് കേൾക്കുമ്പോൾ ലോകത്തോടുള്ള വെറുപ്പെന്ന് ചിലർ ധരിച്ചേക്കാം. അതല്ല അതിനർത്ഥം. ആസക്തി ഇല്ലാതിരിക്കുന്നതാണ് വൈരാഗ്യം. നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ ആശ്രയിച്ചാകരുത്. ശരിയായ സ്വാതന്ത്ര്യം നേടിത്തരുന്നത് വൈരാഗ്യമാണ്. വൈരാഗ്യമുണ്ടെങ്കിൽ സഹജമായുള്ള ആനന്ദത്തെ മറയ്ക്കാൻ ആർക്കും കഴിയില്ല. ഭസ്മഭൂഷിതനും ശ്മശാനവാസിയുമായ ശിവൻ ആ തത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രീ പരമേശ്വരന് ആശ്രിതോഷൻ എന്നൊരു പേരുണ്ട്. വളരെ എളുപ്പത്തിൽ പ്രസന്നനാകുന്നവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ ഉടനടി പൂർത്തീകരിക്കുമെന്നല്ല ഇതിനർത്ഥം. നമ്മുടെ മനോഭാവം ശരിയാണെങ്കിൽ തൽക്ഷണം ഭഗവാൻ പ്രസാദിക്കുക തന്നെ ചെയ്യും. ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും ആവശ്യപ്പെടാതെ ഭക്തിയും കൃതജ്ഞതയും നിറഞ്ഞ ഒരു ഹൃദയം ഭഗവാൻ സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. ആ നിഷ്കളങ്കതയും നിസ്വാർത്ഥതയും കാണുമ്പോൾ ഭഗവാൻ ആ നിമിഷം തന്നെ പ്രസന്നനാകും. എല്ലാ പൂജകളിലും വെച്ച് ശുദ്ധഹൃദയത്തോടെ ഏകാഗ്രമായ മനസ്സോടെ ചെയ്യുന്ന പൂജയാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത്. അമ്മ പറയാറുള്ള ഒരു കഥയുണ്ട്. ഒരിക്കൽ ശിവഭക്തനായ ഒരു രാജാവ് അതിഗംഭീരമായ ഒരു ശിവക്ഷേത്രം പണിഞ്ഞു. പ്രതിഷ്ഠയുടെ തലേന്ന് രാജാവിന് സ്വപ്നത്തിൽ ശ്രീ പരമേശ്വരൻ്റെ ദർശനം ലഭിച്ചു. ഭഗവാൻ പറഞ്ഞു, നിൻ്റെ ഭക്തിയിൽ
ഞാൻ പ്രീതനാണ്. എന്നാൽ പ്രതിഷ്ഠയുടെ സമയത്ത് എനിക്ക് വരാൻ സാധിക്കില്ല. എനിക്ക് മറ്റൊരു ക്ഷേത്രത്തിൽ പോകാനുണ്ട്. ആ ക്ഷേത്രവും അവിടുത്തെ ഒരുക്കങ്ങളും നീ ചെയ്തതിൽ നിന്നും വളരെ ശ്രേഷ്ഠമാണ്. ആ ക്ഷേത്രം നിർമ്മിച്ച ഭക്തൻ്റെ പേരും ഗ്രാമത്തിൻ്റെ പേരും ഭഗവാൻ രാജാവിനോട് പറഞ്ഞു. ആ നിമിഷം രാജാവ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. താൻ നിർമ്മിച്ചതിനേക്കാൾ കേമമായ ക്ഷേത്രമോ? രാജാവ് പരിവാരങ്ങളോടൊപ്പം ഭക്തൻ വസിക്കുന്ന ഗ്രാമത്തിലെത്തി. അവിടെങ്ങും പുതുതായി നിർമ്മിച്ച ഒരു ക്ഷേത്രവും കണ്ടില്ല. ആ ഭക്തൻ്റെ വീടന്വേഷിച്ച് കണ്ടെത്തി. ഓലമേഞ്ഞ ഒരു കുടിൽ. അതിനകത്ത് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരാളിരുന്ന് ധ്യാനിക്കുന്നു. ഇതാണോ ഭഗവാന്റെ പരമഭക്തൻ? രാജാവിന് ആശ്ചര്യം തോന്നി. തൻ്റെ സംശയം അകറ്റാനായി രാജാവ് പരമേശ്വരനെ പ്രാർത്ഥിച്ചു. ധ്യാനത്തിൽ ആ ഗ്രാമീണ ഭക്തൻ്റെ മനസ്സിൽ അതിസുന്ദരമായ ഒരു ക്ഷേത്രം രാജാവിന് ദർശിക്കാനായി. ഗംഗാജലം നിറച്ച ആയിരക്കണക്കിന് കലശങ്ങൾ കൊണ്ട് ഭക്തർ ശിവനെ അഭിഷേകം ചെയ്യുന്നതും ശംഖനാഥം മുഴങ്ങുന്നതും മഹർഷിമാരും ദേവീദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കുന്നതും അദ്ദേഹം കണ്ടു. ശിവലിംഗത്തിൽ സാക്ഷാൽ പരമശിവൻ എഴുന്നള്ളി സകലരെയും അനുഗ്രഹിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ രാജാവിൻ്റെ അഹങ്കാരമകന്നു. ആ ഗ്രാമീണ ഭക്തൻ്റെ മഹത്വം രാജാവ് തിരിച്ചറിഞ്ഞു. ധ്യാന നിമഗ്നനായിരുന്ന ആ യോഗിയുടെ കാൽക്കൽ രാജാവ് ആദരപൂർവ്വം പ്രണമിച്ചു. ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിലാണ് പ്രതിഷ്ഠിക്കേണ്ടത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ബാഹ്യമായ ആചാരങ്ങൾക്കും അലങ്കാരങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകുന്നു. ഹൃദയത്തിൽ ഈശ്വരഭക്തിയും വിശുദ്ധിയും നിറയണം. മനസ്സ് ഏകാഗ്രമാകണം. അപ്പോൾ ഉള്ളിൽ ഈശ്വരൻ സദാ പ്രകാശിക്കും. തെറ്റിൽ നിന്ന് ശരിയിലേക്കും അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും ഗമിക്കുവാൻ ശിവഭഗവാൻ നമ്മെ അനുഗ്രഹിക്കും. ആ കൃപയ്ക്കായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. नमस्तेऽस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तु ते।